രാജ്യത്ത് മോദി സർക്കാർ അധികാരമേറ്റ 2014 ശേഷം എത്രയധികം ക്രൈസ്തവ പീഡനങ്ങൾ, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 4316 കേസുകളാണ് ഇക്കണ്ട കാലയളവിൽ രജിസ്റ്റർ ചെയ്തത്. 2014 കേസുകളുടെ എണ്ണം വെറും 127 ആയിരുന്നു. ഇനി 2024 ആകുമ്പോൾ കേസുകളുടെ എണ്ണം 834 ആകുന്നു. ഇങ്ങനെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൃത്യം ടാർഗറ്റ് ചെയ്ത് വേട്ടയാടുന്ന രാഷ്ട്രീയ കക്ഷിയും രാഷ്ട്രീയ നേതൃത്വവുമാണ് BJPക്കും RSSനും ഉള്ളത് എന്ന് തുറന്ന് എഴുതുകയാണ് ദീപികയുടെ മുഖപ്രസംഗത്തിലാണ് BJPയെ കടന്നാക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമിത്ഷാജി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു 2026 കേരളം BJP ഭരിക്കും, അല്ലെങ്കിൽ BJP ഭരണം പിടിച്ചടക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദീപിക ഇത്തരത്തിൽ ഒരു കണക്ക് നിരത്തിക്കൊണ്ട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നാണ് അവസാനിക്കുക? നമുക്കറിയാം, BJPയുടെ രാഷ്ട്രീയ സമകാലിക രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഗോവയിലും കേരളത്തിലും ചെയ്യുന്നത് എന്താണ്? ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക. ഇവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലയളവിൽ പോലും ക്രൈസ്തവ വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളെ അവർക്കൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയാണ് അവരവരുടെ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചത്. അതുപോലെ കേരളത്തിലും ഗോവയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്ന BJP ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു വശത്ത് വേട്ടക്കാരെ താലോലിക്കുകയും മറുവശത്ത് ഇരയെ തലോടുകയും ചെയ്യുന്ന നയസമീപനമാണ് BJP പുലർത്തുന്നതെന്ന് ദീപിക എഴുതുകയാണ്. ദീപിക ഒരുപക്ഷെ ഇത് കുറച്ചു മുമ്പേ എഴുതേണ്ട ലേഖനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP എപ്പോഴും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വർഗീയ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. അവരുടെ അജണ്ട അതുതന്നെയാണ്. അവരുടെ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയം അതുതന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരിക്കലും ഇങ്ങനെ കെട്ടിപ്പിടുത്തവും, അതായത് ആലിംഗനവും ഷോൾ പുതപ്പിക്കലും പൂച്ചെണ്ട് നൽകലും മധുരം വിളമ്പലും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ കേരളത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, കേരളത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും 10 സീറ്റ് കിട്ടണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പിടികൂടിയേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് തന്ത്രമൊരുക്കുന്നതിനാണ് ക്രൈസ്തവ പ്രീണനം. ഇപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഷോൺ ജോർജിനെ കൊണ്ടുവന്നു, ജനറൽ സെക്രട്ടറിയിൽ മറ്റൊരു ആന്റണി ജോസഫിനെ കൊണ്ടുവന്നു. അങ്ങനെ പല ആളുകളെയും പ്രധാനപ്പെട്ട പദവികളിൽ കൊണ്ടിരുത്തുക, പല ആളുകളെയും ചാക്കിട്ട് പിടിക്കുക, മതമേലധ്യക്ഷന്മാരെ പോയി അരമനകളിൽ പോയി സന്ദർശിക്കുക. അത് കെ സുരേന്ദ്രനൊക്കെ തുടങ്ങി വെച്ച ഒരു സംഭവമാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല നേതാക്കളുമായി സാമുദായിക നേതാക്കൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നല്ലാതെ ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ വോട്ട് പിടിക്കുക എന്ന ടാർഗറ്റ്, അല്ലെങ്കിൽ വോട്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വേട്ടയാടൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരതേടി പോകലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖർജി വന്നപ്പോൾ അതിന് ഒന്നുകൂടി ഒന്ന് ആക്കം കൂടി. ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താതെ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന് BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു വിളവെടുപ്പ് രാഷ്ട്രീയം നടക്കുന്നത്. PC ജോർജിനെ കൊണ്ടുവന്നു, പാലായിലെ ഒരു കല്ല് കുത്തിത്തോണ്ടിട്ട് അവിടെ മറ്റതാണ് മറിച്ചതാണെന്ന് പറയിച്ചു, ശിവലിംഗമാണെന്ന് പറയിച്ചു. അങ്ങനെയൊക്കെയുള്ള കുറെ ഒരു നുറുങ്ങു ന്യായങ്ങളും 1000 നുണകളും പറഞ്ഞ് ഇങ്ങനെ ക്രൈസ്തവരെ കൂടെ നിർത്തുക. ആ തന്ത്രത്തെയാണ് ദീപിക പൊളിച്ചടുക്കി കൊടുക്കുന്നത്. പക്ഷെ ദീപിക എത്ര ക്രിസ്ത്യാനികൾ വായിക്കുമെന്ന് നമുക്കറിയില്ല. ക്രിസ്ത്യാനികളെങ്കിലും ഒരു വിഭാഗം ബിഷപ്പുമാരും വൈദികരും എല്ലാ ആളുകളും തന്നെ BJPയെ സ്തുതി പാടുന്ന സ്തുതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നോക്കുക, മണിപ്പൂർ നോക്കുക, ഈ മഹാരാഷ്ട്രയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉടനെ 6 മാസത്തിനുള്ളിൽ പള്ളികൾ, അതായത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അടിച്ചു പൊളിക്കുമെന്നാണ്. എന്തിനാണ്? അനധികൃതമായി പണിതിട്ടുള്ള എല്ലാ ദേവാലയങ്ങളും തല്ലി തകർക്കുമെന്നാണ്. കത്തോലിക്ക വിഭാഗത്തിനോ കത്തോലിക്ക മതത്തിനോ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്കോ ഇങ്ങനൊരു അനധികൃതമായി ഒരു പള്ളി കെട്ടുക എന്ന അജണ്ടയിൽ പോലും ഇല്ലാത്ത വസ്തുതയാണ്. പിന്നെ നിർബന്ധിത മതപരിവർത്തനമൊക്കെ പണ്ട് കാലത്ത് നടന്നിട്ടുണ്ടാകും. ഇപ്പോൾ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനമൊന്നും എവിടെയെങ്കിലും നടന്നാൽ തന്നെ, അങ്ങനെ പോയി ശ്രമിച്ചാൽ തന്നെ ആപത്തെന്നല്ല ആളുകൾ തിരിച്ചു ചോദിക്കും, എന്തുവാണ് ഈ പറയുന്നതെന്ന് തിരിച്ചു ചോദിക്കും. ഇനി ഏതെങ്കിലും പിന്നാക്ക ക്രൈസ്തവ സമൂഹങ്ങൾ, പെന്തക്കോസ്ത അങ്ങനെ തുടങ്ങിയ സമൂഹങ്ങൾ ഇതിങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആർക്കും വ്യക്തവുമല്ല. അവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരുന്നതായിക്കോട്ടെ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിശ്വാസികളെയും ഭയചകിതരാക്കി ഞങ്ങൾക്കാണ് ഇവിടെ അധികാരം, ഞങ്ങളുടെ നാടാണിത്, നിങ്ങളിവിടെ യാതൊന്നുമല്ല എന്ന തരത്തിൽ ഭീഷണി മുഴക്കുന്ന BJP രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ കൊടികുത്തി വാഴുമ്പോൾ
കേരളത്തിലും ഗോവയിലും മാത്രം എന്താണ് ഈ ചെന്നായ്ക്കൾ ആട്ടിൻതോലിട്ടിട്ട് വോട്ട് പിടിക്കാൻ വരുന്ന രാഷ്ട്രീയം ഇരട്ടത്താപ്പിൻ്റെതാണെന്നാണ് ദീപിക വിളിച്ചു പറയുന്നത്. ഇനിയെങ്കിലും പൗരബോധമുള്ള ക്രൈസ്തവരൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഈ വർഗീയ അജണ്ടയ്ക്ക് പിന്നാലെ പോയാൽ ആപത്താണ്. അവർ നമ്മുടെ നാടിനെ കുത്തിച്ചോറാക്കും. അല്ലാതെ 2026 ഭരണം കിട്ടിയാൽ നിങ്ങൾക്ക് തേനും പാനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കല്ല BJP കൊണ്ടുപോകുന്നത്. ഈ മധുസൂദനന്റെ ഒരു കിളിയും 5 വേടന്മാരും കവിതയിൽ പറയുന്നത് പോലെ അവിടെ കാടുമില്ല, പൂക്കളുമില്ല, ഫലങ്ങളുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന പരമാർത്ഥം മനസ്സിലാക്കണമെന്നാണ് ദീപിക വ്യംഗ്യത്തിലല്ല നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയം, ക്രൈസ്തവരോടുള്ള സമീപനം എന്താണ്, മറ്റ് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണെന്ന് തുറന്നു പറയാൻ നേതൃത്വം തയ്യാറാകണമെന്ന വെല്ലുവിളിയോടുകൂടിയാണ് ദീപിക മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്.